ശാരീരികപരമായ ഒരു അച്ചടക്കം കൊണ്ടുവന്ന് പിന്നീട് മാനസികപരമായ അച്ചടക്കമായി മാറി, അങ്ങനെ ആത്മാവിന് സോളിന്റെ ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു വളർച്ച, വളർച്ചയാണ് വേണ്ടത് ശരിക്കും, അല്ലേ? ഓരോ ഘട്ടവും നമ്മൾ താണ്ടി പോകുമ്പോൾ വളർച്ചയാണ് നമുക്ക് വേണ്ടത്. എന്ത് വളർച്ച നമുക്കുണ്ടായി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് വളർച്ചയുണ്ടായി? എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ നമ്മൾ പറഞ്ഞു, ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതാണ്. അത് എന്തിനെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്? ഇത് വലിയൊരു ഘടകമാണ്. ജീവിതത്തിൽ എന്തിനെയാണ് നിങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം തരാൻ കഴിവുള്ള ഒരു ഈശ്വര വിശ്വാസിയാണ് നിങ്ങളെങ്കിൽ, ആ ഈശ്വരനെ, എല്ലാം തരാൻ കഴിവുള്ള ഈശ്വരനെയാണോ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്, അതോ മറ്റെന്തെങ്കിലിനെയുമാണ്? ഇതാണ് ചോദ്യം. രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? അപ്പൊ പറയും, എങ്ങനെ ആ രക്ഷിതാവിനെ കണ്ടെത്താം എന്നുള്ള ചോദ്യം പറയും. അപ്പൊ എന്താണ് ആ രക്ഷിതാവ് എന്ന് വലിയൊരു ചോദ്യമാണ്, അല്ലേ? വലിയൊരു ചോദ്യമാണ്. എന്താണ് ആ രക്ഷിതാവ്? നീ എന്താണോ ദിവസം മുഴുവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നിന്റെ രക്ഷിതാവ്. നീ ഒരാളെ കുറ്റം പറയാനും വിമർശിക്കാനും, ഒരാളുടെ വളർച്ചയിൽ അസൂയപ്പെട്ടിട്ട് ഭ്രാന്തായി ആകെ ഭ്രാന്ത് പിടിച്ച് എന്താണ് സംസാരിക്കണമെന്ന് പോലും അറിയാൻ പാടില്ല, എന്താണ് ചോദിക്കണമെന്ന് പോലും അറിയാൻ പാടില്ല, നീ പരക്കം പായുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് നിന്റെ രക്ഷിതാവ്. ഒരാളെ ദ്രോഹിച്ചു, അവൻ ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് ഓടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നിന്റെ രക്ഷിതാവ്. വെറും പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചെടുക്കുകയാണെങ്കിൽ ആ പണമാണ് നിന്റെ രക്ഷിതാവ്. വാട്ട് യു ആർ തിങ്കിങ്. വലിയ 60 വലിയ ഒരു മണിക്കൂറിൽ 60 ആലോചനകൾ വരും എന്നാ പറഞ്ഞത്. വലിയ ആലോചനകൾ. 600 ചെറിയ യോജനകൾ വരും, ചെറിയ ചിന്തകൾ. വാട്ട് യു ആർ തിങ്കിങ്. അവിടെയാണ് ബുദ്ധനൊക്കെ പറഞ്ഞത്, നീ എന്താണോ ചിന്തിക്കുന്നത് അതായി നീ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ലോ ഓഫ് ഡിവൈൻ അട്രാക്ഷൻ. നിങ്ങൾ എന്തിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്? ഈ നൈമിഷികമായ ഈ കാര്യങ്ങളെയാണോ? ഒരാൾ നിങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ നിങ്ങളുടെ ചിന്ത മുഴുവൻ എന്തായിരിക്കും? ആ വിമർശിക്കുന്ന ആളെ കുറിച്ചായിരിക്കും. എനിക്ക് ഇന്നലെ കുറേ പേര് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വിമർശിക്കണു, ഇവിടെ വിമർശിക്കണു. അപ്പൊ ആരാണ് നിങ്ങളുടെ രക്ഷിതാവ്? ആ വിമർശകനാ? നിങ്ങളത് മൈൻഡ് പോലും ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കീടത്തിന്റെ വില പോലും നൽകരുത്. എന്തിനാണ് നൽകണത്? ഒരു വിമർശകന് എന്താണ് ആവശ്യം? അയാളെ പരിഗണിക്കുക എന്നുള്ളതാണ്. അയാളെ പരിഗണിക്കുക എന്നുള്ളതാണ്. അത് അവർ ലഹരിയാക്കി. അതൊരു ലഹരിയാണ്. എന്നെ ഒന്ന് പരിഗണിക്കണം, ഞാൻ വലിയ പുള്ളിയാണ്. വിമർശകന്റെ ഏറ്റവും വലിയ ആവശ്യം അതാണ്. നിങ്ങൾ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ, അപ്പോൾ നിങ്ങളത് പൂർണ്ണമായും സമർപ്പിച്ച് നിങ്ങളുടെ സ്മരണ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ പ്രശ്നങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാണ്, നിങ്ങളൊരു വിശ്വാസി എന്ന് പറയുകയും എന്നിട്ട് നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്? അതിനെ എങ്ങനെയാണ് നിങ്ങൾ സമർപ്പിക്കുന്നത്, സ്മരണയാക്കുന്നത്? അതിലാണ് പോയിന്റ്. മനുഷ്യന്റെ ഒരു എഴുത്തും വായനയും തുടങ്ങിയ അന്ന് മുതൽ മനുഷ്യനൊരു ഡിസിപ്ലിൻ കൂടി കൂടെ കൊണ്ടുപോയി നടക്കുന്നുണ്ട്.
ആ ഡിസിപ്ലിൻ പലപ്പോഴും ഡിസിപ്ലിൻ മാത്രമായിട്ടാണ് മാറുന്നത്. അത് വെറും ശാരീരികമായ ഡിസിപ്ലിനാണ് കൊണ്ടുവരുന്നത്. കൃത്യസമയത്ത് എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേറ്റ് പഠിക്കണം, രാവിലെ കൃത്യസമയത്ത് ജോലിക്ക് പോകണം. അതല്ല ഡിസിപ്ലിൻ. മനുഷ്യന് ഇന്ന് ആവശ്യം എന്ന് പറയുന്നത് അവന്റെ മനസമാധാനമാണ്. ഭക്ഷണം എല്ലാവർക്കും അങ്ങ് കിട്ടുന്നുണ്ടെന്ന്, അത്യാവശ്യം. ദാരിദ്ര്യം ഇല്ല എന്നല്ല, ദാരിദ്ര്യം കുറവാണ്. കാരണം ചെറിയ പണിയെടുക്കുന്നവർക്കും ശമ്പളമുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള പൈസകളൊന്നും ഉണ്ടാവില്ല. അത് വാങ്ങിക്കൂട്ടുമ്പോഴാണ് ലാസ്റ്റ് ഈ ലോണും കടങ്ങളും എല്ലാം ആ ആഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്നതാണ്. നോർമലി ജീവിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മനസമാധാന ഇല്ലായ്മയാണ്. മനസമാധാന ഇല്ലായ്മയ്ക്ക് നിങ്ങൾ എത്ര ശാരീരികപരമായ ഡിസിപ്ലിൻ ചെയ്തിട്ടും കാര്യമില്ല. അവിടെ മെന്റൽ ഡിസിപ്ലിൻ ആണ് വേണ്ടത്. അവിടെ മെന്റൽ ഡിസിപ്ലിൻ ആണ് വേണ്ടത്. മെന്റൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കണ്ട എന്ന് ഒരാൾ സ്വയം തീരുമാനിക്കുന്നതാണ്. ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ പൂർണ്ണമായും ആ ശക്തമായ കരങ്ങളിലേട്ട് ഏൽപ്പിച്ച് നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ ആയി. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, വിട്ടു. ആ പൂർണ്ണമായ ആ ഒരു ഇത് വന്നം എന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്ന് നിങ്ങൾ അനുഭവിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സങ്കല്പ ലോകത്തിരുന്നിട്ട് കാര്യമില്ല, അനുഭവിക്കണം. അവിടെയാണ് നിങ്ങളുടെ കരുത്ത്. അപ്പോൾ അതെന്താണ്? യഥാർത്ഥ യഥാർത്ഥ ആ ഒരു ലഹരി എന്ന് പറയുന്നത് രക്ഷിതാവ് തന്നെയാണ്. ശരിയാണ്. അത് സൂക്ഷ്മവും പേരില്ലാത്തതും ആഴത്തിലുള്ളതും നിഗൂഢവുമായ ഒരു സ്നേഹത്തിന്റെ മാനത്തിലേട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സൂക്ഷ്മവും പേരില്ലാത്തതും ആഴത്തിലുള്ള നിഗൂഢമായ ഒരു സ്നേഹത്തിന്റെ ഒരു ഒരു മാനത്തിലേട്ട്. അത് ലേബലുകളാൽ ഒരിക്കലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. ആ സ്നേഹത്തെ ഒരു ലേബൽ വെച്ചിട്ട് എന്നെ രക്ഷിക്കണ്ടേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾ സ്വയം രക്ഷപ്പെട്ടാലല്ലാതെ. ചിലർ ചോദിക്കാറുണ്ട്, അപ്പൊ എന്നെ നിങ്ങൾക്ക് രക്ഷിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കണ്ടെന്നല്ല, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം. പക്ഷെ ഒരു മനുഷ്യർക്കും മറ്റൊരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, അവൻ സ്വയം തയ്യാറായല്ലാതെ. ആ ഒരൊറ്റ ഇതുള്ളൂ, വേറെ കണ്ടീഷനൊന്നും ഇല്ല അതിന്. ഇത് എല്ലാവർക്കും കിട്ടൂന്നേ, കണക്ഷൻ. നിങ്ങൾക്കൊക്കെ പറ്റും. ഇത് സകല മനുഷ്യരുടെയും മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ അവനൊരു രക്ഷിതാവുണ്ടെന്നുണ്ടെങ്കിൽ ആ രക്ഷിതാവുമായിട്ട് അവന് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഒരു പ്രത്യേകം ആർക്കെങ്കിലും കിട്ടുന്ന ഒരു സംഭവമല്ല. എന്നാണോ നമ്മൾ ലേബലുകൾ ഒഴിവാക്കി, ലേബലുകൾ ഒഴിവാക്കി, ലേബലുകൾ ഒഴിവാക്കി സൂക്ഷ്മവും പേരില്ലാത്തതും നിഗൂഢവും ആഴവുമായ ആഴത്തിലുള്ള ആ സ്നേഹത്തിലേട്ട്, ആ സ്നേഹത്തിന്റെ മാനത്തിലേട്ട് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇതിനെന്താണ് കാരണം? എന്തുകൊണ്ടാണ്? യഥാർത്ഥ നിഗൂഢമായ ആ സ്നേഹത്തിന് ഒരു പേരിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിഗൂഢമായ ആ ഒരു 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 സ്നേഹതലത്തിന് നിങ്ങളുടെ ഈശ്വരന്റെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ, നിങ്ങളുടെ അള്ളാഹുവിന്റെ, നിങ്ങളുടെ കർത്താവിന്റെ, ആ പരബ്രഹ്മത്തിന്റെ ആ ഒരു സ്നേഹത്തിന്, ആ ഒരു പ്രണയത്തിന് ഒരു പേരിന്റെ ആവശ്യമില്ല. ഒരു പേരിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
നിങ്ങൾ പേരിടുമ്പോൾ അതിനെ പരിമിതപ്പെടുത്തുകയാണ്. ഭർത്താവ്, ഭാര്യ, പങ്കാളി, സുഹൃത്ത്, ഭക്തൻ, പ്രിയപ്പെട്ടവൻ, ദൈവം, എന്തോ തരുന്ന ദൈവം, എന്തോ വിധിക്കുന്ന ദൈവം. ഉം? എന്തോ തരുന്ന ദൈവം, എന്തോ വിധിക്കുന്ന ദൈവം. എന്തെല്ലാം പരിമിതികളാണ് അതിനൊക്കെ. നിങ്ങൾ സ്നേഹത്തിന് പേരിടുന്ന നിമിഷം, പേരിടുന്ന നിമിഷം നിങ്ങൾ അതിനെ പരിമിതപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് കൃത്യമായൊരു പേര്. ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്ന ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, വളർത്തുന്നത്, വളർത്തുന്നത് എന്താണോ നിങ്ങളെ വളർത്തുന്നത്, അതാണ് നിങ്ങളുടെ ദൈവം. രാവിലെ മുതൽ ഒരുത്തന്റെ കുറ്റവും കുറവുമാണ് നിങ്ങളെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ദൈവം. വളർത്തുന്നതാണ് ദൈവം, അല്ലാതെ തളർത്തുന്നതല്ല. എല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണ് അതൊക്കെ. ഓരോ സാഹചര്യങ്ങളിൽ, ഓരോ കാലഘട്ടങ്ങളിൽ, ഓരോ ഭാഷയ്ക്കനുസരിച്ച് ഓരോ പേര്. ഇപ്പൊ ഇവിടെ ദൈവം എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ ഗോഡ്, രണ്ടിന്റെ അർത്ഥം ഒന്നല്ലേ? തന്നെ അർത്ഥം ഒന്നല്ലേ? മനസ്സ് സമർപ്പിതനായി മാറിയാൽ നിങ്ങൾക്ക് മനസ്സിനെ ഏത് ശക്തിക്കും ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിന് അത്ര സൂപ്പർ പവർ ഉണ്ട്. ഒരു സെക്കൻഡിൽ ലോകത്തെവിടെയും ചുറ്റി സഞ്ചരിക്കാനും, എന്തിനേയും കൃത്യമായി മനസ്സിലാക്കാനും, എന്തിനേയും നല്ല രീതിയിൽ കൊടുക്കാനും കഴിവുള്ള ആളാണ് മനസ്സ്. അല്ലാതെ മനസ്സ് എന്ന് പറയുന്നത് മനസ്സില്ലാതാക്കണം, മനസ്സില്ലാതാക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞിട്ടുള്ള ചെളികൾ ഇല്ലാതാക്കണം, ആ ചപ്പുചവറുകൾ ഇല്ലാതാക്കണം. അപ്പൊ നമ്മൾ പറയുന്നത് എന്താകും? നന്മ മാത്രമാവും. പിന്നെ അതിനകത്ത് എങ്ങനെ പറ്റിക്കാൻ പറ്റുക? നന്മ പറയുന്നിടത്ത് എവിടെ പറ്റിക്കാൻ പറ്റും? ഒരാളോട് സമാധാനം വേണം എന്ന് പറയുന്നിടത്ത്, നല്ലത് ചെയ്യണം എന്ന് പറയുന്നിടത്ത്, നല്ല കാര്യങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ ലേബൽ ചെയ്യരുത്, നിങ്ങൾ താൽക്കാലികമായ ജീവിതത്തിന് അടിമപ്പെടരുത് എന്ന് പറയുന്നിടത്ത് എങ്ങനെ പറ്റിക്കാൻ കഴിയുക? നിങ്ങളുടെ ലക്ഷ്യം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ പറ്റിക്കാൻ കഴിയില്ല. പേരുകൾ അതിരുകൾ സൃഷ്ടിക്കുന്നു. അതിരുകൾ, ബൗണ്ടറി, അതിരുകൾ സൃഷ്ടിക്കുന്നു. നിഗൂഢമായ സ്നേഹം അതിർത്തികളില്ലാതെ ഒഴുകുന്നു. എങ്ങനെയാണ് ഈ അതിരുകളെല്ലാം ഉണ്ടായത്? ഈ ബൗണ്ടറികളെല്ലാം ഭയത്തിൽ നിന്നാണ്. എന്റേത് അവൻ തട്ടിയെടുക്കുമോ എന്നുള്ള ഭയം. എന്റെ ദൈവത്തെ അവനെങ്ങാനും തട്ടിയെടുത്താലോ? എന്റെ ദൈവം എനിക്കുള്ളതാണ്, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാൽ എന്ത് ചെയ്യും? നിഗൂഢതകൾ ഒരിക്കലും, നിഗൂഢമായ സ്നേഹം ഒരിക്കലും എന്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയൂല. എന്റേത് വളരെ അപൂർവമായി മാത്രമേ അവർ എന്റേതെന്ന് പറയുള്ളൂ. എന്റേത്. പക്ഷെ മറ്റുള്ളത് അങ്ങനെയല്ല. ഞാൻ അത് നിർത്തി, ഞാൻ അത് ചെയ്തു, ഞാൻ ഞാൻ അവനെ നിലക്ക് നിർത്തി, അവനെ ഞാനാണ് അവനെ കൺട്രോൾ ചെയ്തത്, ഞാനാണ് അത് ചെയ്തത്, ഞാൻ ഞാൻ മുട്ടിന് 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 പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ആത്മാവിൻ്റെയും പ്രവൃത്തികൾക്കനുസരിച്ചാണ് ആ സ്നേഹം. അത് നിങ്ങൾ എത്രത്തോളം ആ പ്രവൃത്തികളെ ഉപേക്ഷിക്കുന്നുവോ, അതിൽ നിന്നും നിങ്ങൾ ഈ പൂർണ്ണ സ്മരണയിലേക്ക് നിങ്ങൾ മടങ്ങുന്നുവോ,
അവിടെ ആ സ്നേഹം നിങ്ങൾക്കും അനന്തമായി അനുഭവിക്കാൻ പറ്റും. എൻ്റെ ഫോൺ എന്നൊരാൾ പറയുകയാണ്. എൻ്റെ ഫോൺ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഫോണാണ് അല്ലേ? എൻ്റെ ഫോൺ. അപ്പൊ അവരൊരു അവകാശബോധം വന്നു. എൻ്റേത് അവകാശബോധം വന്നു. ഈ അവകാശബോധം നഷ്ടഭയത്തെ ഉണ്ടാക്കും. അപ്പൊ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല എന്ന നഷ്ടഭയം ഉണ്ടാവും. ഈ മനസ്സാണ് എല്ലാ പേരുകളും, മനസ്സിനാണ് എല്ലാ പേരുകളും ആവശ്യം. ഒരു നിർവചനം, ഒരു ലേബലിംഗ്, ഒരു വർഗീകരണം, അവിടെയൊക്കെ മനസ്സ് അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചതിയൻ, വഞ്ചകൻ, നല്ലവൻ, ചീത്തവൻ, നല്ല മനുഷ്യൻ, ഇവരൊക്കെ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? മനസ്സാണ് വിലയിരുത്തുന്നത് അവരുടെ. അവർക്ക് തോന്നിയ മട്ട് അവർ മറ്റുള്ളവരെ വിലയിരുത്തുകയാണ്. മനുഷ്യരുടെ അവസ്ഥ ഇതാണ്. അവിടെയാണ് വ്യത്യസ്തമായൊരു വിഭാഗമായി നിങ്ങൾ മാറുന്നത്. മനസ്സിന് പേരുകൾ ആവശ്യമാണ്. സ്നേഹത്തിന് അതിന്റെ ആവശ്യമില്ല. മനസ്സിന് നിർവചനം ആവശ്യമാണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻസ്, ബാക്ക് ടു ബാക്ക്, ബാക്ക് ടു ബാക്ക് ക്വസ്റ്റ്യൻസ്. കാരണം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടണം. ബാക്ക് ടു ബാക്ക്, ബാക്ക് ടു ബാക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ഇത്തരം ആളുകൾക്ക് അറിയാം ഇത്, ഈ സംസാരിക്കുന്ന സകല സംസാരങ്ങളും എനിക്കുമുള്ളതാണ് എന്നറിയാം. പക്ഷെ അവരപ്പോഴും അതിനകത്തും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കും. അറിയാമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് എങ്ങനെയെങ്കിലും ഊതിക്കെടുത്താം എന്നാണ് അവരുടെ കുഞ്ഞു ബുദ്ധിയിൽ ചിന്തിക്കുന്നത്. കുഞ്ഞു ബുദ്ധിയുള്ള മനസ്സിന്റെ മനസ്സ് പറയാണ്, എടാ നീ ഭയങ്കര പുള്ളിയാണ് കേട്ടോ, നീ ഊഫ്. അപ്പൊ തന്നെ ഈ മനസ്സ് വിചാരിക്കും, ആ ശരിയാണല്ലോ, ഞാൻ ഭയങ്കര പുള്ളിയാണ്, എന്നാ ഇവന്റ് പണി കൊടുത്ത് കളയാം. വലിയ അപകടമാണത്. വലിയ അപകടമാണ്. അതിന്റെ വരും വരായികകൾ ഏത് വഴിക്കാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒരാളെ നമ്മൾ ദ്രോഹിക്കുകയാണ്, അയാൾ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. കുറേ കാലം ദ്രോഹിച്ചു, അയാൾ ഒന്നും തിരിച്ചു ചെയ്തില്ല. പിന്നീട് പണി വരുന്നത് ഭയങ്കര പ്രശ്നത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെയും നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ നിർവചിക്കരുത്, നിങ്ങൾ ലേബലിടരുത്, നിങ്ങൾ വർഗീകരിക്കരുത്. കാരണം അത് അതിജീവനമാണ്. മനസ്സ് അതിജീവൻ. മറ്റുള്ളവരെങ്ങനെയാണ്, അവനെന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥമായ ഈ സ്നേഹം അത് സാന്നിധ്യമാണ്, തുറന്ന സ്വഭാവമാണ്, നിശബ്ദതയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒരാളെ തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. പറയാനുള്ളത് പറയുക, വിട്ടുകളഞ്ഞേക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ. ഒരിക്കലും തർക്കിച്ച് വിജയിക്കാൻ പറ്റില്ല. കാരണം മനസ്സ് ചോദിക്കും, നമ്മുടെ ബന്ധം എന്താണ്? എന്താ നമ്മുടെ ബന്ധം ഏഹ് എന്ന് രക്ഷിതാവിനോട് വരെ ചോദിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, നിങ്ങൾ കാണുന്ന ഓരോ മനുഷ്യരോടും നിങ്ങൾ അത് ചോദിച്ചുകൊണ്ടിരിക്കും, എന്താ നമ്മുടെ ബന്ധം, എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം. സ്നേഹം ചോദിക്കണ ഇപ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് മാത്രമാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ സ്നേഹമാണത്. വേറെ ഒന്നും ചോദിക്കാനില്ല. നിങ്ങൾ ആരാണ്, വെളുത്താണോ കറുത്താണോ, ഏത് മതമാണ്, ഏത് ജാതിയാണ്, ഏത് വർഗമാണ്, ഏത് വർണ്ണമാണ്,
കാശുള്ളവരാണോ കാശില്ല ഒന്നുമില്ല, നിങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടോ, സ്നേഹമാണ്. സ്നേഹം സത്യമാകുമ്പോൾ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല ആർക്കും. അത് ആസ്വദിക്കാൻ പറ്റും, അത് അനുഭവിക്കാൻ പറ്റും. പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂല. അത് തർക്കത്തിലേട്ടേ പോവൂ. നിങ്ങൾ ഈ സ്നേഹത്തിന് പേരിടുമ്പോഴാണ് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. ഈ ഈ സ്നേഹത്തിന് നിങ്ങൾ പേരിടുമ്പോൾ അവിടെ പ്രതീക്ഷകൾ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രതീക്ഷകൾ എന്ന് പറയുന്ന സാധനം പ്രത്യക്ഷപ്പെടും പേരിടുമ്പോൾ. ഈ വേഷങ്ങളെല്ലാം സ്ഥിരമാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവും ഓട്ടോമാറ്റിക്. കാരണം പേരിട്ട് കഴിഞ്ഞാൽ പേര് ശാശ്വതമായി, ആ പേര് സ്ഥിരമാണ്, ആ വേഷങ്ങൾ സ്ഥിരമാണ് എന്നുള്ള ബോധം വരും. അപ്പൊ നിങ്ങൾ പ്രത്യേക രീതിയിൽ ബിഹേവിയർ ചെയ്യണം എന്നത് ആവശ്യം വരും. അവിടെ നിങ്ങളിൽ ഭയം പ്രവേശിക്കും. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവാണ്, നീ എൻ്റെ മകനാണ്, നിങ്ങൾ എൻ്റെ പിതാവാണ്. അവിടെ പ്രതീക്ഷകൾ പ്രത്യക്ഷപ്പെടും. അതാണ് അറ്റാച്ച്മെന്റ്. അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. സ്നേഹമല്ല അറ്റാച്ച്മെന്റ്. ആ വേഷങ്ങൾ സ്ഥിരമാണ് എന്ന് തോന്നുവാണ്, സ്ഥിരമല്ല അത്. ഇല്ല, അതൊന്നുമില്ല. നമ്മൾ അവോയ്ഡ് ചെയ്തേക്കുക അത്. നമുക്ക് വേറെ എന്തെല്ലാം ചിന്തിക്കാനുണ്ട്. ആൾക്കാർ മാറി നിൽക്കട്ടെ. ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണെങ്കിൽ എന്തിനാണ് അതിനകത്ത് പങ്കെടുക്കണത്? എന്തിനാണ് അത് കേൾക്കണത്? അതിനെ വിമർശിക്കുന്നത് എന്തിനാണ്? വിമർശിക്കുകയും വേണ്ട, വിട്ടുകളാ എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിടാൻ തയ്യാറാവുന്നില്ല. അതിനെ നിങ്ങൾ വിമർശിക്കാൻ പോകണ്ട. വിമർശിക്കാൻ പോകുമ്പോൾ ആ ഈഗോയോടാണ് സംസാരിക്കുന്നത്. ഒരാളുടെ ഈഗോ ഒരാൾ വിമർശിക്കുകയാണ്, തിരിച്ച് അയാളെ വിമർശിക്കുമ്പോൾ ഇതേ ആളുടെ ഈഗോയല്ലേ വിമർശിക്കണത്. അവിടെയാണ് വിട്ടുകളാ. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സംസാരിക്കുക, മറ്റുള്ളതിൻ്റെ ഒന്നും പുറകെ പോവാതിരിക്കുക. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണെങ്കിൽ പങ്കെടുക്കണ്ട. ഇഷ്ടമല്ലാത്ത ഒരു പരിപാടി ഒരാൾ നടത്തുകയാണ്, അവനെ അവൻ എനിക്ക് ഇഷ്ടമല്ലാത്ത നടത്താണ്, അതുകൊണ്ട് അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് ഒരു നന്മയാണോ? ഇവിടെയാണ് പ്രതീക്ഷകൾ പ്രതീക്ഷപ്പെടുന്നത്. നീ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ പെരുമാറണം. നിങ്ങൾ എൻ്റെ ഭർത്താവാണ്, അതുകൊണ്ട് ഇങ്ങനെ പെരുമാറണം. നീ എൻ്റെ മകനാണ്, അതുകൊണ്ട് ഇങ്ങനെ പെരുമാറണം. പെരുമാറ്റം ആവശ്യപ്പെടും. ബിഹേവിയർ, ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് ആവശ്യപ്പെടും. ഞാൻ നിങ്ങളുടെ ശിഷ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറണം. ഇതൊരു ഗുരുവാണ് എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ ശിഷ്യനാണ്, ആ ശിഷ്യനായതുകൊണ്ട് ഗുരു ഈ രീതിയിൽ പെരുമാറണം. നീ എൻ്റെ ഒരു ശിഷ്യനാണ്, അതുകൊണ്ട് നീ എന്നോട് ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. ആ ലേബൽ ഇടുമ്പോഴാണ് അങ്ങനെ ആയി വരുന്നത്. നമ്മുടെ ഇടയിൽ ഒരു ലേബൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു ലേബലും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞത്. ഒരു ലേബലും ഇല്ല. ഞാൻ നിങ്ങളുടെ ശിഷ്യനാണ്, നിങ്ങൾ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തരുത്. ഒരിക്കലുമല്ല, അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അവിടെ നിങ്ങൾ ആ വേഷം സ്ഥിരമാക്കുകയാണ്. അവിടെ നിന്നും ഒരു പെരുമാറ്റം ആവശ്യപ്പെടുകയാണ്. ആ പെരുമാറ്റം ആവശ്യപ്പെടുമ്പോൾ ഭയം പ്രവേശിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ.
നീ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ പെരുമാറണം. ആ പെരുമാറ്റം കൃത്യമല്ലാതെ വരുമ്പോ എൻ്റെ കൺട്രോളിലല്ലേ കാര്യങ്ങൾ. അപ്പൊ ഞാൻ കൺട്രോളിലാക്കണം. ഉടനെ ഭാര്യയെ, നീ ഇങ്ങനെ അതെന്തെ അങ്ങനെ പെരുമാറി, അതെന്തെ ഇങ്ങനെ പെരുമാറി. നമ്മൾ ഒരിക്കലും കല്ല് പോലെയല്ല. നമ്മുടെ സ്നേഹം ദ്രാവകം പോലെയാണ്, വെള്ളം പോലെയാണ്, കല്ല് പോലെയല്ല. പേരിടുന്ന സ്നേഹം കല്ല് പോലെയാണ്. എന്നാൽ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലാണ്. വിമർശിക്കുന്നവനെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ രാവിലെ നമുക്കും ഈ പറഞ്ഞ പണിയൊക്കെ അറിയാം അല്ലേ? നന്നായിട്ട് തിരിച്ച് നമുക്ക് പറയാറിയില്ലേ? സംസാരശേഷിയില്ലേ? പറയുന്നതിനെല്ലാം മറുപടി പറയാൻ നമുക്കറിയില്ലേ? അതേ ടോണില്. അതിന്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മളെ കുറിച്ച് വരുന്നുണ്ടോ അതെല്ലാം നമുക്കൊരു പഠനശാലയാണ്. അതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതിനെല്ലാം പഠിക്കാനുണ്ട്. ലേബലുകൾ ഇല്ലാതെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ചു പോയ ആളുകളുണ്ട്. റൂമിയും ഷംസു തബ്രീസും. സൗഹൃദത്തിനും പ്രണയത്തിനും എല്ലാം അപ്പുറമുള്ള സ്നേഹം, ഒരു പേരില്ലാത്തൊരു സ്നേഹം. മീരയും കൃഷ്ണനും. വിവാഹത്തിനും മായയ്ക്കും അപ്പുറത്തുള്ള ഒരു സ്നേഹം. മീരയും കൃഷ്ണനും. വിവാഹത്തിനും മായയ്ക്കും ഫാന്റസിക്കും അപ്പുറമുള്ള ഒരു സ്നേഹം. യേശുവും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശിഷ്യന്മാരും. ഒരു ശ്രേണി, ഒരു ശിഷ്യൻ ഗുരു എന്നതിനപ്പുറം. മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല അനുചരന്മാരും. ഒരു ഒരു പേരിനും ഒരു കണക്ഷനും അപ്പുറം. ഒരു ശ്രേണി, ഒരു ക്രമത്തിനെല്ലാം അപ്പുറം. എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു ഒരു അവിടെ അവിടെ ഭക്തിക്കും ആഗ്രഹങ്ങൾക്കും എല്ലാം അപ്പുറത്താണ് ആ സ്നേഹം. ഭക്തിയല്ല അവിടെ. സത്യത്തിൽ അവിടെ ഭക്തിയല്ല വരുന്നത്. ഭക്തിക്കും ആഗ്രഹത്തിനും അപ്പുറത്താണ് ആ സ്നേഹം. സമൂഹം ആശയക്കുഴപ്പത്തിലാണ്, പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ആശയക്കുഴപ്പമില്ല അവിടെ. ആശയക്കുഴപ്പം ഉണ്ടെങ്കിലല്ലേ ഈ പ്രശ്നമുള്ളൂ. നമ്മൾ നമുക്ക് ആശയക്കുഴപ്പമില്ല. പേരിടാത്തത് കൊണ്ട് നമുക്കൊരു ആശയക്കുഴപ്പമില്ല നമ്മുടെ സ്നേഹത്തില്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ആരും നന്നാവില്ല. അങ്ങനെ നന്നാവാനാണെങ്കിൽ ഒരു സ്വിച്ചിൽ എല്ലാരും നന്നായി പോണ്ടേ? അവരുടെ കർമ്മപരമായ കാര്യങ്ങൾ തീർത്ത് അവരതിൽ കിടന്ന് അഭിരമിച്ച് അതിൽ കിടന്ന് പൊളഞ്ഞ് സ്വസ്ഥത നഷ്ടപ്പെട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. മണിക്കൂറുകൾ ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കണമെങ്കിൽ ആ കാര്യമാണ് അയാളെ നയിക്കുന്നത്. ഞാൻ എന്തിനാണ് എൻ്റെ സമയം ചെലവഴിക്കുന്നത്? എന്നെ നയിക്കുന്നത് ഇതാണ്. നിങ്ങളെ നയിക്കുന്നത് എന്താണെന്ന് നിങ്ങളാ ചിന്തിക്കേണ്ടത്. സമൂഹം ആശയക്കുഴപ്പത്തിലാണ്, നമ്മൾ ആശയക്കുഴപ്പത്തിലല്ല. നമ്മൾ പേരിടാതെ സ്നേഹിച്ചതിനാൽ നമുക്ക് ഭയമില്ല. മനസ്സിലായില്ലേ? പേരിടാതെ സ്നേഹിച്ചാൽ പിന്നെ എവിടെ ഭയം? ഒരു ബൗണ്ടറി നമ്മുടെ മുമ്പിലില്ല. നോ ബൗണ്ടറീസ്. അതാണ് ഞാൻ പണ്ട് നിങ്ങളോട് തുടങ്ങിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞത്. ഇതെന്താണെന്ന്, ബിയോണ്ട് ദ ലിമിറ്റ്സ്, ബിയോണ്ട് ദ റൂൾസ്. രാജ്യത്തിന്റെ നിയമത്തിനും ഇതിനും എതിരല്ല പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം, നിങ്ങൾക്ക് നിയമങ്ങളില്ല, നിങ്ങൾക്ക് അതിർത്തികളില്ല. കാരണം ഒരു പേരിൽ ഒതുങ്ങുന്ന അതിർത്തി നിങ്ങൾക്കില്ല. അതിനാൽ നിങ്ങൾക്ക് ഭയമില്ല.
ഇതാണ് ഓരോ മനുഷ്യനും അവനാണ് രക്ഷപ്പെടേണ്ടത്. അല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ ഒരു ഒരു സുപ്രഭാതത്തിൽ ആരെയോ ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോകും എന്നല്ല ചിന്തിക്കേണ്ടത്. ആ അവസരം കിട്ടുമ്പോൾ, ഇത് മനസ്സിലാകുന്ന സമയത്ത്, ഇതെല്ലാവർക്കും മനസ്സിലാവില്ല. ഈ പറയുന്നത് പോലും എല്ലാവർക്കും മനസ്സിലാവില്ല. ഇതെന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ഒരു കാര്യമില്ലാത്ത ഒരു തലയും വാലും ഇല്ലല്ലോ എന്ന് മനസ്സിലാവില്ലെന്ന്. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരെയും അതിനകത്ത് കുറ്റം പറഞ്ഞ്, അവരുടെ ആത്മാർത്ഥം എത്രത്തോളം ഉണ്ടോ അത്രത്തോളമായിട്ടാണ് അത് തിരിച്ചറിയുക. പേരിടാത്ത സ്നേഹം. ഇത് കുറെ നേരം കഴിയുമ്പോൾ നമ്മൾ വരും, അന്നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പേരിടാതെ നിങ്ങൾ സ്നേഹിക്കണം. ആ, ആര്യ ആര്യ സെൽഫായിട്ടാണോ മറ്റുള്ളവരാണോ എന്താണോ? ആരാ? ആ, ഇതറിയണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തൊട്ടിരുന്ന് കേൾക്കണം. ഇല്ലെങ്കിൽ ഒന്നുകൂടി കേട്ടിട്ട് പിറ്റേ ദിവസം വന്ന് ചോദിക്കണം. വളരെ വ്യക്തമാണ്. ആർക്കാണ് ക്ലിയർ ആവാത്തത്? ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും ക്ലിയർ ആവാത്ത ആളുകളുണ്ടോ? ഭൂരിപക്ഷം പേർക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് വ്യത്യാസമാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ക്ലിയർ ആയിട്ടില്ല എന്ന് എല്ലാവരും പറയാം. ക്ലിയർ ആയെങ്കിൽ ആയി എന്ന് ഇത് പറയണം. ഇപ്പോൾ സംസാരിക്കുന്നത് റഷ്യാവിനെ കുറിച്ചാണ്. നിങ്ങളെ കുറിച്ചല്ലല്ലോ തുടങ്ങിയത്. നിങ്ങളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. തുടങ്ങിയത് എങ്ങനെയാണ്? നിങ്ങൾ എന്തിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഇത് ക്ലിയർ അല്ലാതെങ്കിൽ ഒരാളെങ്കിലും പറയണ്ടേ ക്ലിയർ അല്ല എന്ന്? ഇത് ക്ലിയർ ആവില്ല ചിലർക്ക്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവർക്ക് തോന്നും ഇത് നിഗൂഢമാണ്, നിഗൂഢമാണ്, നിഗൂഢമാണ്. അത് തന്നെ ഇത്രയും കാലം തോന്നിക്കൊണ്ടിരുന്നത്. ദൈവം നിഗൂഢമാണ്, അത് തന്നെ നിങ്ങൾക്ക് കുറെ നാൾ കണ്ടിന്യൂ ചെയ്യും. പേരിടാത്ത സ്നേഹത്തിന് ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. പേരിടാത്ത സ്നേഹം ഒരിക്കലും സ്ഥിരത ആവശ്യപ്പെടുന്നില്ല. സ്വാതന്ത്ര്യമാണത്. സ്വാതന്ത്ര്യം. മാറ്റത്തെ ഭയപ്പെടുന്നില്ല. എന്തും മാറിക്കോട്ടെ, ആ സ്നേഹം മാറുന്നില്ല. ഒരു രൂപത്തോട് പറ്റിപ്പിടിച്ച് നിൽക്കുന്നില്ല. രൂപം അലിഞ്ഞു പോകുമ്പോഴും ഇവിടെ എല്ലാം ക്ലിയർ ആയാലും, ഒന്നുമില്ലാതെ ക്ലീൻ ആയാലും അത് നിലനിൽക്കും. വേഷങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ സാന്നിധ്യം ആഴത്തിലാകും. ഞാൻ ഓരോ സെഷനും വളരെ കൃത്യമായി, വളരെ ക്ലാരിറ്റിയോടുകൂടി, വളരെ ഡീപ്പായി പറഞ്ഞു തന്നെയാണ് പോണത്. അല്ലാതെ ഏതെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ചോ രഹസ്യമായിട്ടോ ഒന്നും പറയാനല്ല അവിടെ. പേരിടാത്ത സ്നേഹം സ്ഥിരത ആവശ്യപ്പെടുന്നില്ല. അത് സ്വാതന്ത്ര്യമാണ്. അവിടെ തന്നെ നിൽക്കണം. എന്തുറപ്പുണ്ട് നിനക്ക്? മരിച്ചിട്ട് നീ തിരിച്ചു വന്നിട്ടില്ല. നിന്റെ ഈ മക്കളൊക്കെ തന്നെ അടുത്ത ഇതിൽ നിനക്ക് കൂടെ ഉണ്ടാവും, ഈ ഭാര്യയും കൂടെ ഉണ്ടാവും എന്നുള്ളതിന് എന്ത് ഉറപ്പുണ്ട്? അപ്പൊ അത് സ്ഥിരതയല്ല. ഒന്നും സ്ഥിരമല്ല. എന്തുറപ്പാണുള്ളത്? ഒരുറപ്പുമില്ല. അപ്പോ സ്ഥിരതയില്ലെങ്കിൽ മാറ്റത്തെ ഭയപ്പെടുന്നില്ല. എന്ത് മാറിയാലും ശരി, പേരില്ലെങ്കിൽ പിന്നെ എന്താണ്? എന്ത് മാറിയാലും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി, ഒരു പേടിയില്ല. ബ്രഹ്മം പരബ്രഹ്മത്തോട് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു രൂപത്തിലും പറ്റിപ്പിടിച്ച് നിൽക്കുന്നില്ല. ബ്രഹ്മം പരബ്രഹ്മത്തോടാണ് കണക്ഷൻ എന്നുണ്ടെങ്കിൽ ഒരു രൂപത്തിലും പറ്റിപ്പിടിക്കുന്നില്ല. രൂപം അലിഞ്ഞു പോകുമ്പോഴും ചൈതന്യം നിലനിൽക്കും അവിടെ. ഇതെല്ലാം എല്ലാവരും തച്ചുടച്ച് കളഞ്ഞാലും ചൈതന്യം അവിടെ നിലനിൽക്കും.
വേഷങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ സാന്നിധ്യം ആഴത്തിലാകും. മരണം പോലും ഒരു പ്രശ്നമായിരിക്കില്ല ആ സ്നേഹം നിലനിൽക്കുമ്പോൾ. അത് നിശബ്ദതയാണ്, പരിവർത്തനമാണ്. മരണം പോലും, ആ മരണത്തിൽ പോലും ആ സ്നേഹത്തിന് മാറ്റം ഉണ്ടാവില്ല. ദൂരം ഉണ്ടാവില്ല, ദൂരം. പേരിട്ട് കഴിഞ്ഞാൽ ദൂരം ഉണ്ടല്ലേ, പേരിട്ട് കഴിഞ്ഞാൽ അടുത്തിട്ട് വന്നെങ്കിൽ വിളിക്കണം. ഹലോ, ഹായ്, ഹലോ, മിനിമം അങ്ങനെയെങ്കിലും വിളിക്കണം അല്ലേ? ഹലോ, ദൈവമേ, ഈശ്വരാ, രക്ഷിതാവേ, അള്ളാഹുവേ, കർത്താവേ, വിളിക്കണം. ആ സ്നേഹം നിലനിൽക്കുന്നതാണെങ്കിലോ? നിങ്ങൾ എന്ന് നിങ്ങളുടെ ഉള്ളിലേറ്റ ആഴത്തിൽ സഞ്ചരിക്കുന്നുവോ, അന്ന് നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും. നിങ്ങൾ ആരും വന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ആ കോൺഷ്യസ്നെസ് ആണ് ആ സത്യം. നിങ്ങൾ ഈ ഈ ചക്രവ്യൂഹത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന നിങ്ങളുടെ കോൺഷ്യസ്നെസ് ആണ് സത്യം. പേരില്ലാത്ത സ്നേഹത്തിൽ വിശ്രമിക്കുക. പൂർണ്ണമായിട്ടും സറണ്ടർ. നിങ്ങൾ കരുതിയിരിക്കുന്ന ലേബൽ അങ്ങ് ഉപേക്ഷിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ എടുക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെടുത്തിട്ട് നിങ്ങൾ അതിനെ അവബോധത്തിലേക്ക് കൊണ്ടുപോവാ. അവബോധത്തിന്റെ തലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോവാ. നിങ്ങൾക്ക് അവർക്കായി കരുതിയിരിക്കുന്ന എല്ലാ ലേബലും നിങ്ങൾ ഉപേക്ഷിക്കുക. നിർവചനമില്ലാത്ത ഒരു സാന്നിധ്യം അനുഭവിക്കുക. ശ്രദ്ധിച്ചു നോക്ക്. ഭയങ്കര ത്രില്ലായിരിക്കും. ഭയങ്കര ത്രില്ലായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങളുടെ അവബോധത്തിലേക്ക് കൊണ്ടുപോവാ. അതാരുമായിക്കൊള്ളട്ടെ. ഇപ്പൊ നിങ്ങൾ ആരെ കൊണ്ടുവന്നേ? നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങളുടെ അവബോധത്തിന്റെ തലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോവാ. നിങ്ങൾ അവർക്കായി കരുതിയിരുന്ന എല്ലാ ലേബലുകളും ഉപേക്ഷിക്കുക. എസ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ രക്ഷിതാവ്, ആ പേര് രക്ഷിതാവ് എന്നുള്ള പേര് വരെ നിങ്ങൾ മാറ്റിയത് ആരായിക്കൊള്ളട്ടെ, അവർക്കായി നിങ്ങൾ കരുതിയിരിക്കുന്ന ലേബലുകളെല്ലാം ഉപേക്ഷിച്ച് ആ നിർവചനമില്ലാത്ത ഒരു സാന്നിധ്യം നിങ്ങളൊന്ന് ഫീൽ ചെയ്തോ. ഭയങ്കര രസമായിരിക്കും. അത് മനസ്സിൽ തന്നെയാണ് വരുന്നത്. പറഞ്ഞ് മനസ്സിലായില്ലേ? അതിന്റെ ഉത്തരവാദി തന്നെയുണ്ട്. ആ രൂപമല്ലേ മനസ്സിൽ വരുന്നത്? അതിന്റെ ഉത്തരവാദി തന്നെയുണ്ട്. നിന്റെ മനസ്സ് കടുകട്ടിയാണ്. നിന്റെ മനസ്സിൽ ആ രൂപേ വരുള്ളൂ. ഒരാൾ പറയുകയാണ്, ഒരു ഡൗട്ട് എനിക്ക്, ബട്ട് വന്നപ്പോ തന്നെ ആ പേഴ്സന്റെ രൂപം മനസ്സിൽ വന്നു പറഞ്ഞാൽ യുവർ മൈൻഡ് ഈസ് സ്ട്രോങ്. കാരണം മനസ്സിൽ വരുന്നു. ലേബലെല്ലാം ഉപേക്ഷിക്ക്. ആ സാന്നിധ്യം മാത്രം ഒന്ന് ഫീൽ ചെയ്യുക. സ്നേഹം അപ്പോഴും അവിടെ തന്നെയുണ്ട്. അത് എവിടെയും പോകുന്നില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? സ്നേഹം അവിടെയുണ്ട്. ലേബലുകളിൽ നിന്നിട്ടാണ് കളികൾ മൊത്തം. നിങ്ങളുടെ മക്കളെ എടുത്തു നോക്കിയോ നിങ്ങള്? നിങ്ങൾ ആ ആത്മചൈതന്യം, ആ ദൈവീകമായ ചൈതന്യമാണ് എൻ്റെ മക്കൾ. അതിനപ്പുറം പേരുമില്ല, രൂപമില്ല, ഭാവമില്ല. ഒരാൾക്ക് കഴിവ് കൂടുതൽ, ഒരാൾക്ക് കഴിവ് കുറവ്. ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി, ഓ, ഒരു സുന്ദരനായ കുട്ടി, ഒരു സുന്ദരി അല്ലാത്ത കുട്ടി. ഒരു ലേബലും ഇല്ല അവിടെ. ആ സാന്നിധ്യവും ആ സ്നേഹവും അവിടെ തന്നെയുണ്ട്. നിശബ്ദതയാണ് അതിനെ ആഴത്തിലാക്കുന്നത്.
ലേബലുകൾക്ക് ശബ്ദം ആവശ്യമാണ്, നിയന്ത്രണം ആവശ്യമാണ്, ഒച്ചപ്പാട് ആവശ്യമാണ്. അവനവന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പലതും കാണിച്ചു കൂട്ടും. ഇവിടെയാണ് നിങ്ങൾ ദൈവമത്തെ അറിയുന്ന സ്നേഹം, അല്ലെങ്കിൽ ദൈവം അറിയുന്ന സ്നേഹം. ദൈവം എപ്പോഴെങ്കിലും നിങ്ങളെ പാപി എന്ന് വിളിക്കണ്ടോ? ദാസ എന്ന് വിളിക്കണ്ടോ? മോനെ കുട്ടി എന്ന് വിളിക്കണ്ടോ? ഇല്ല. ദൈവം നിങ്ങളെ അറിയുന്നു, അത്രമാത്രം. ആ അറിവ് സ്നേഹമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? നിങ്ങളുടെ മനസ്സിനെ നിങ്ങളിത് ട്രെയിൻ ചെയ്യിക്കുക. ദൈവം നിങ്ങളെ ഒരിക്കലും കുട്ടി, പാപി, ചതിയൻ, വഞ്ചകൻ, നല്ലവൻ, ചീത്തവൻ ഇതൊന്നും വിളിക്കുകയല്ല ചെയ്യുന്നത്. ദൈവം നിങ്ങളെ അറിയുകയാണ് ചെയ്യുന്നത്. അറിയുന്നു, 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 ഫീൽ ചെയ്യുന്നു. എന്താണ് നീ എന്നത് അറിയുന്നു. ആ അറിവാണ് സ്നേഹം. സോ നീ ഒരു ദൈവീകമാകണമെന്നുണ്ടെങ്കിൽ നീ എന്താവണം? ആ സ്നേഹമായി മാറണം. ദൈവം ഒരിക്കലും നിങ്ങളെ വിളിക്കുന്നില്ല. കമോൺ, ഡാ ഇവിടെ വന്നേ കുട്ടി, പാപി, ദാസ, എടാ ദുഷ്ട, എടാ നല്ലോനെ. എവിടെയാ വിളിക്കണത്? ദൈവം അറിയുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അറിയുന്നു. അല്ലാതെ ഇങ്ങോട്ട് വാടാ പാപി, ഇങ്ങോട്ട് വാടാ നല്ലവനെ എന്ന് വിളിക്കുന്നത് എവിടെയാ പറഞ്ഞേ? വിളിക്കുമല്ല, അറിയുക. ആ അറിവാണ് സ്നേഹം. പേരിടാതെ നിങ്ങൾ ഒരു ലേബൽ ഇടാതെ നിങ്ങൾ ഒന്നിനെ സ്നേഹിക്കുമ്പോൾ ദൈവം അറിയുന്നത് പോലെ നിങ്ങളും അറിയുന്നു. ആ ദൈവം സ്നേഹിക്കുന്ന പോലെ നിങ്ങളും സ്നേഹിക്കുന്നു. വ്യവസ്ഥകളില്ലാതെ, ഭയമില്ലാതെ, ഉടമസ്ഥാവകാശമില്ലാതെ, ഒന്നുമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം, ഇല്ലെങ്കിൽ പോകാം. എനിക്ക് നിങ്ങളുടെ മേലെ ഒരു ഉടമസ്ഥാവകാശവും ഇല്ല. ഇവിടെ ഒരു വാഗ്ദാനങ്ങളുമില്ല. ഞാൻ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു, നിന്നെ രക്ഷിക്കാതെ എനിക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നിന്നെ രക്ഷിക്കുന്നത് നീ തന്നെയാണ്. എനിക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്. ഞാൻ ഈ പറയുന്നത് ഒരു ഒരു ചൂണ്ട് പലകയാണ്. വേണമെങ്കിൽ അതിൽ നിന്ന് നിനക്ക് എടുക്കാം, ഇല്ലെങ്കിൽ വിട്ടുകളാ. അല്ലാതെ ഒരാളെയും കഴിയൂല അത്. അവർ സ്വയം തയ്യാറായി മുന്നോട്ട് വന്നാലല്ലാതെ ഒരാൾക്ക് കൈ കൊടുക്കാൻ പറ്റുമോ? ഞാൻ കൈ തരൂല, ഞാൻ രണ്ട് കൈയോ ഈ ഇതേലും മുറുകെ പിടിച്ചാൽ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ എങ്ങനെ പിടിക്കും? വലിച്ചഴിച്ച് പിടിച്ച് അടിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റൂല. പേരിടാതെ എന്ന് നിങ്ങൾ ഈ സത്യത്തെ, ഈ ഇവിടെയുള്ള മിഥ്യകളെയും സത്യത്തെയും എല്ലാത്തിനെയും നിങ്ങൾ സ്നേഹിക്കുകയും അറിയുകയും തുടങ്ങുന്നുവോ, അന്ന് നിങ്ങൾ ദൈവം സ്നേഹിക്കുന്നത് പോലെ, ദൈവം അറിയുന്ന പോലെ നിങ്ങളും അറിയാൻ തുടങ്ങും. എല്ലാം ഉണ്ടാവും ഇവിടെ. വിമർശനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സന്താപം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, പാപം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, പണക്കാരനുണ്ടാവും, നിങ്ങൾ അതിനെ അറിയുക. ആ അറിവാണ് സ്നേഹം. ആർക്കും എടുക്കാൻ കഴിയാത്ത, ആർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത, ആർക്കും തകർക്കാൻ കഴിയാത്ത, ആർക്കും നഷ്ടപ്പെടുത്താൻ കഴിയാത്ത സ്നേഹമാണത്. ഒരിക്കലും പറ്റൂല. എത്ര കൂകിയാലും, എന്നൊക്കെ കാണിച്ചാലും, എല്ലാം പൂട്ടിച്ചാലും, ഒരാളെ തന്നെ ഇല്ലാതാക്കിയാലും ആ സ്നേഹം എടുക്കാൻ പറ്റൂല. അത് തകർക്കാൻ പറ്റൂല. അത് നഷ്ടപ്പെടുത്താൻ കഴിയൂല. കാരണം എങ്ങനെ നഷ്ടപ്പെടുത്താൻ കഴിയുക? ഏതെങ്കിലും ഒരു പേരായിട്ട് കൂട്ടിക്കുഴച്ചാൽ മാത്രമേ നഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുക? അതിന് ക്ഷമ വേണം. എങ്ങനെയാണ് ഇത് സാധ്യമാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിരിക്കുക എന്നുള്ളതാണ്.
ഇപ്പൊ പല ആളുകളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ ശ്രീ എമ്മിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹമൊക്കെ അന്വേഷിച്ച് പോയി 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 ലാസ്റ്റ് ഒരു നിവൃത്തിയില്ല. ഇനി എങ്ങനെ എങ്ങോട്ട് പോവും, ജീവിതം തന്നെ വഴിമുട്ടിയല്ലോ എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഒരു വെളിച്ചം കടന്നു വരിക. അന്വേഷിക്കണം. സ്വന്തത്തെ അന്വേഷിക്കണം. സ്വന്തത്തിന് ഉള്ളിലായിട്ട് ചിന്തിക്കണം. എന്താണ് ഞാൻ? ഈ പേരുള്ള ഞാനാണോ ഞാൻ? അതല്ലോ ആ അറിവ്. ദൈവം നിങ്ങളെ അറിയുന്നു എന്ന് പറയുന്ന അറിവാണോ സ്നേഹം? ദൈവം നിങ്ങളെ എപ്പോഴും വിളിച്ചിട്ടുണ്ടോ? വാടാ കുട്ടി, വാടാ ചെറിയോനെ, വാടാ വലിയോനെ, വാടാ ദാസ, വാടാ പാപി? ഇല്ല. ഞാൻ നിങ്ങളെ അറിയുന്നു. ദൈവം അറിയുകയാണ് ഇത്. അവിടെ പേരെടുത്തിട്ടല്ല സ്നേഹിക്കണത്. ആ നിങ്ങളും ഈ വ്യവസ്ഥകളില്ലാതെ, ഭയമില്ലാതെ, ഉടമസ്ഥാവകാശമില്ലാതെ ഈ മിഥ്യയെയും ഈ മായയെയും എല്ലാത്തിനെയും നിങ്ങൾ അറിയുകയാണ് ചെയ്യുക. അതാർക്കും എടുത്തോണ്ട് പോകാൻ പറ്റൂല. ആ സ്നേഹത്തെ ഒരാൾക്കും എടുത്തോണ്ട് പോകാൻ പറ്റൂല. അതാണ് നിരീക്ഷണം. ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിരുന്ന് ഇത് കേട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ മനസ്സിന് മനസ്സിലായി വരുമ്പോൾ, മനസ്സ് എത്രത്തോളം ഇതിനെ മനസ്സിലാവുന്നുവോ അത്രത്തോളം നമുക്ക് എളുപ്പമാവും നമ്മുടെ മാർഗം. മനുഷ്യരിട്ട് തന്ന മനസ്സിലേട്ട് നിങ്ങൾ വൃത്തിയാക്കി 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 വന്നം, അതിൻ്റെ കൂടെ വേറെ പലതും വന്ന് കയറിയാൽ ഇത് മനസ്സിലാവില്ല. ഇത് മനസ്സിലാവില്ല. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ വേറെ ചെളികൾ വാരിയിടാൻ പാടില്ല. അവിടെ പോയി നോക്കുക, ഇവിടെ പോയി നോക്കുക, അത് അന്വേഷിക്കുക, ഇത് അന്വേഷിക്കുക. അങ്ങനെയല്ല ഇത്. അങ്ങനെ ഒരിക്കലും നടക്കൂല. ആ ക്ഷമയിലൂടെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ഇത് കേട്ട് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് കിട്ടുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് സത്യം. അപ്പോൾ നമ്മുടെ സകല പ്രവർത്തനങ്ങളും പ്രവൃത്തികളും നമ്മുടെ മുന്നോട്ടുള്ള ജീവിത രീതികളും എല്ലാം അത് വച്ചിട്ടായി മാറും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇരിക്കുമ്പോൾ, ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ നമ്മുടെ ചാനലിൽ പോയിട്ട് ഇത് എന്താണ് പറയുന്നത് എന്ന് വീണ്ടും 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 1 2 ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കുറച്ച് സമയം അതിനു വേണ്ടി ചെലവഴിക്കുക. കഴിഞ്ഞ 6 മാസമോ 7 മാസമോ ഒക്കെ ആയി ഇത് മനസ്സിലാക്കിയ ആളുകളുണ്ട്. അവർ സ്വയം പര്യാപ്തരാണ്. അവർക്കിപ്പം അറിയാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അറിയുന്നുണ്ടാവും. അറിവാണ്. അറിയുകയാണ് അവർ. ഇടപെടുകയല്ല. അപ്പോ നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കി നടക്കാതിരിക്കുക. എന്തും പറഞ്ഞോട്ടെ. തീർച്ചയായും കണ്ണു തുറന്നാൽ കാണുന്ന എല്ലാത്തിനെയും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ഒരു ബിൽഡിംഗ് ആണ്, മരമാണ്, ചെടിയാണ്, നായ, എന്താണേലും നിങ്ങൾ ഒന്നിനെയും അറിയുക. അതിനെ ലേബലില്ലാതെ അറിയുക. ഇതൊരു മായാലോകത്താണ് നമ്മളുള്ളത്. അതിനാണ് ലേബൽ ആവശ്യം. ആ സ്നേഹത്തിന് നിങ്ങൾ പേരിടരുത്. അതൊരു സാന്നിധ്യമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള സാന്നിധ്യം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് എല്ലാവരും പറയും. പക്ഷെ അതെങ്ങനെയാണ് എന്ന് ആരും എക്സ്പ്ലെയിൻ ചെയ്യില്ല. എക്സ്പ്ലെയിൻ ചെയ്താൽ നീ രക്ഷപ്പെട്ടു പോകും. നിന്റെ ചങ്ങലകൾ നീ വലിച്ചെറിയും. നിന്റെ കാലിൽ ചെക്ക് കെട്ടിയിട്ടുള്ള
ചങ്ങലകൾ വലിച്ചെറിയും. ജഗത് മിഥ്യ. ഉം. നിശ്ചല നിസ്സംഗമായി നിരീക്ഷിക്കുക. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. നീയാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അത്രയും മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ജീവിച്ച് മരിച്ചു പോയിട്ട് എന്താ എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾ കുറെ കാലം ജീവിച്ചു, മക്കളുണ്ടായി, ഭാര്യ ഉണ്ടായിരുന്നു, കുറേ ജീവിച്ചു, കുറേ കാര്യങ്ങൾ നേടി, ജോലി ചെയ്തു, പൈസ ഉണ്ടാക്കി, എല്ലാം ചെയ്തു. അവസാനം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അഡ്വാൻസിൽ, അവസാനം മരണസമയം എത്തുമ്പോൾ അല്ലെങ്കിൽ കിടപ്പിലായി പൂർണ്ണമായിട്ടും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിട്ട് പോകുമ്പോൾ അന്ന് ചിന്തിക്കുള്ളൂ, ഞാൻ ഒന്നും എനിക്ക് ശക്തിപ്പെടുത്താൻ, എന്നെ ശക്തിപ്പെടുത്താൻ ഞാൻ ഒന്നും നേടിയില്ലല്ലോ. ശരീരമാണെങ്കിൽ ദേ തീർന്നു, ഉപേക്ഷിക്കാറായി. നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ്? അവിടെ ഡിപ്രഷൻ ഉണ്ടാകും. പക്ഷേ വാട്ട് ഈസ് നെക്സ്റ്റ്? ഇതിനും വലിയൊരു തലത്തിലേട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇത്രേ അറിഞ്ഞു, ഇനി പോകുന്നത് അതിന്റെ നെക്സ്റ്റ് ലെവലിലേട്ടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ സോ കൂൾ. ഈ ജന്മത്തിൽ എനിക്ക് ഇത്ര അറിയാൻ പറ്റി. ഞാൻ ഒരുത്തന്റെയും ഇതായിട്ട് നടന്നില്ല. ഞാൻ എന്റെ സ്വയം പര്യാപ്തത എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഐ ആം ഗോയിങ് ടു നെക്സ്റ്റ് ലെവൽ. ഇതാണ് സത്യം. അതാണ് പൂർണ്ണത. ഉം. ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ മരിക്കണ എങ്ങനെയായിരിക്കും? അയാൾ ചിന്തിക്കുക ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തോടു കൂടി ആയിരിക്കും എന്തായാലും കാരണം ലോകം മുഴുവൻ പറയണു ദൈവം ഉണ്ടെന്ന്, ഇയാൾ പറഞ്ഞു ദൈവം ഇല്ലാന്ന്. മരണസമയം അതായത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കിടപ്പിലാകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇയാളുടെ ചിന്ത ദൈവം ഉണ്ടോ ഇല്ലയോ, ഒരു 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 ഡൗട്ട് ബാക്കി വെച്ചിട്ടാണ് പോണത്. ഒരു മതവാദി എപ്പോഴും സ്വർഗത്തിൽ പോവോ, അതായത് മരിച്ചു കഴിഞ്ഞാൽ എന്നെ ദൈവം ശിക്ഷിക്കുമോ എന്ന ഒരു സംശയം ബാക്കി വെച്ചിട്ടാണ് പോണത്. പക്ഷെ നിങ്ങളോ? ഇനി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോവും? കാരണം നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാം. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാൻ അതിരിക്കുന്നത് ആ സ്നേഹമാണ് സത്യം. ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ടത്? ഒരു പേടി ഉണ്ടാവില്ല. അപ്പൊ ചോദിക്കും, ഇത് ഭയം മാറ്റാനുള്ള പരിപാടി? ഇത് ഭയം മാറ്റാനുള്ള പരിപാടി അല്ല ഇത്. അതും തെറ്റായൊരു ധാരണയാണ്, അതൊരു ലേബലാണ്. ഭയം മാറ്റാനുള്ള പരിപാടിയാണോ? അല്ല, അതും ഒരു ലേബലാണ്. ഭയം മാറ്റാൻ വേണ്ടിയിട്ട് രക്ഷിതാവ്. അപ്പൊ ഭയത്തിന് പകരമായി അവിടെ രക്ഷിതാവിനെ കൊണ്ടുവരുവാണ്. സ്വന്തത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം. വാട്ട് ഈസ് ദ ടെക്നോളജി ഓഫ് ഹ്യൂമൻ? എന്താണ് മനുഷ്യന്റെ സാങ്കേതിക വിദ്യ? സാങ്കേതിക വിദ്യക്ക് പുറത്തുള്ള ഒരു സാധനം, അതിനകത്ത് വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ ആ വൈറസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു, റീസെറ്റ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലും ഇതൊക്കെ മെമ്മറി ഇതൊക്കെ കണ്ടുകൊണ്ട് കമ്പ്യൂട്ടർ എല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. ആ ആ സാധനത്തിന് നമ്മൾ വൈറസിനെ റിമൂവ് ചെയ്യുന്നു. ഭയം എന്ന പിശാചിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. കൂടെ നിൽക്കുന്ന പിശാചിനെ സമർപ്പിതനാക്കുന്നു. കൂടെ നിൽക്കുന്ന കുട്ടിച്ചാത്തനെയും പിശാചിനെയും ഭൂതങ്ങളെയും മറുതകളെയും യക്ഷികളെയും ഒക്കെ സമർപ്പിതനാക്കുന്നു. അതാണ് എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കേണ്ട എന്നുള്ളത്. ഓൺലി സോൾ ടെക്നിക്. ലിറ്റിൽ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ.
ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർ കാണാൻ വരണ്ട്, കേൾക്കാൻ വരണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ ചിലപ്പോ ഇഷ്ടം കൊണ്ട് എനിക്ക് പൈസ തരും. അതിനെന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ പ്രോഗ്രാമിലുള്ള എല്ലാവരും കൂടിയിട്ട് ചിലപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടും. അത് ഞങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ്. ഞങ്ങൾ കൂടും. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ഒരു നിയമത്തിനും വിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അപ്പോ ആയിരക്കണക്കിന് കൊല്ലങ്ങളായി മാറി മാറി വരുന്ന വൈറസിനെയും ആ ഊർജത്തിനെയും ഒക്കെ നിങ്ങൾ റീസെറ്റ് ചെയ്യുക. ഈ റീസെറ്റ് ചെയ്യേണ്ടത് ഓരോരുത്തരും അവരവർ തന്നെയാണ്. അവരവർ തന്നെയാണ് അതിനെ റീസെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളെ റീസെറ്റ് ചെയ്യുക. ആ സ്വിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, വല്ലോന്റെയും കയ്യിലല്ല. എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിച്ച് വിറച്ചാണ് നീ ഇരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളെ നിങ്ങൾ പേരെടുത്ത് ഒരു ലേബൽ എടുത്ത് വിമർശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളില് സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങൾക്ക് വലിയ അപകടങ്ങളെ ഉണ്ടാക്കും. ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു ചോരത്തിളപ്പിന് നമ്മളെല്ലാം ചെയ്യും. കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് വരുന്ന ദുരന്ത ഫലങ്ങൾ എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്തതായിരിക്കും. കാരണം ഇവിടെ ഒരു എനർജി ഉണ്ടല്ലോ. നമ്മളൊരാളെ തെറി പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ, നമ്മളൊരാളെ വഴക്ക് പറയുമ്പോൾ ഒരു എനർജി ഫോം ചെയ്യുന്നുണ്ടല്ലോ. ആ എനർജി എന്തൊക്കെ എനർജി ആയിട്ടാണ് തിരിച്ച് നമ്മളിലോട്ട് വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മനുഷ്യ മനസ്സിനെ വച്ചുകൊണ്ട് ആ മനസ്സിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ പറ്റൂല. എന്നാൽ നിങ്ങളെ മനസ്സിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യുകയില്ല. നമുക്ക് ഒരാളുടെയും ഉള്ളിൽ കയറി ഇവൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് നോക്കാൻ കഴിയില്ല. ഒരാളുടെ പെരുമാറ്റം കൊണ്ടോ, ഒരാളുടെ ചിരി കൊണ്ടോ, അല്ലെങ്കിൽ ഒരാളുടെ സംസാരം കൊണ്ടോ, ഒരാളുടെ രൂപം കൊണ്ടോ, ഒരാളുടെ വസ്ത്രധാരണം കൊണ്ടോ ഒരാൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയൂല. അപ്പൊ നമ്മൾ ആരെ നമ്മൾ ചീത്ത വിളിച്ചാലും, ആരെ കള്ളനാക്കിയാലും, എന്താണ് അവന്റെ ഉള്ളിൽ ആ വിഷമം, ആ വിഷമത്തെ തീർക്കാൻ ആർക്കും കഴിയില്ല. ആ വിഷമത്തിൽ നിന്നും ഉണ്ടായി വരുന്ന ഒരു പവർ ഉണ്ടാവും, ഒരു എനർജി ഉണ്ടാവും. അല്ലേ? എല്ലാ എനർജി അല്ലേ? അത് എങ്ങനെയായിരിക്കും വന്ന് ചാടുക എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് എപ്പോഴും നന്മയോട് കൂടിയിരിക്കുക. എന്ത് അങ്ങനത്തെ മോശം കാര്യങ്ങൾ വന്നാലും പൂർണ്ണമായും സമർപ്പിക്കുക. എപ്പോഴും നന്നായി ജീവിക്കുക. നല്ലത് പറയുക. അതുകൊണ്ടാണ് കാരണവന്മാര് പറഞ്ഞത് മൗനം വിദ്വാനുഭൂഷണം. നമ്മളും പൂർണ്ണമായും മൗനം ആവേണ്ട സാഹചര്യം വന്നാൽ നമ്മളും മൗനമാവും. മൗനം. ചീത്ത പറയേണ്ട സാഹചര്യത്തിൽ എങ്ങനെ മൗനമായിട്ടിരിക്കണം, ചീത്ത പറയേണ്ട സാഹചര്യത്തിൽ എങ്ങനെ ചീത്ത പറയണം എന്നൊക്കെ നമ്മൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വന്ന ഒരാളാണെങ്കിൽ എനിക്കറിയില്ല. ഇതിനു മുമ്പ് എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, ഡെമോ തന്നിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ പഴയ ക്ലാസ്സുകൾ കേൾക്കുക, പുതിയ ക്ലാസ്സുകൾ കേൾക്കുക ഇടയ്ക്കിടയ്ക്ക്, ഓരോന്നും മനസ്സിലാക്കുക. ആ മനസ്സ് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. ഓക്കെ.